പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ് എനിക്ക് തോന്നുന്നു. ബസ്സിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡിൽ ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത്. കേസ് കൊടുത്ത പോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്താണ് സമ്മാനം കൊടുക്കുന്നത് പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ് എനിക്ക് തോന്നുന്നു. ബസ്സിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ, പലർക്കും തെറ്റിദ്ധാരണ. ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്, അത് വേറെ കാര്യം. എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. അഭിവന്ദ്യ ഗവർണർ, അദ്ദേഹവും ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അദ്ദേഹത്തെയും നമ്മൾ ആദരവോടെ സ്വീകരിക്കുകയാണ്. കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് മേഘപുരസരം ഓർക്കണം. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡിൽ ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അത് ഏതാണ്ട് നട്ടുച്ച സമയത്ത് ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഗണേശ് മറന്നതല്ല. ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. അതിന് 1 കോടിക്കുള്ള സാധനങ്ങളും തരാൻ പറ്റും. എനിക്കിവിടെ ഒരു നയാ പൈസക്കുള്ള സാധനം തരാനൊക്കത്തില്ല. തൃശ്ശൂർ മാത്രമേ കൊടുക്കാനുള്ളൂ. അങ്ങനെയാണ് MP ഫണ്ടിന്റെ ഒരു സംവിധാനം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 38 ലക്ഷം രൂപയുടെ ഒരു ബസ് ഇവിടെ വെച്ച് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തായിരുന്നു. ഇത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ പത്തനാപുരത്ത് അങ്ങനെ ഒരു ബിംബമില്ല എന്ന് ഒരു കാലത്തും ഗണേശന്, ഞാൻ ആ മന്ത്രി എന്നുള്ളത് വിട്ട് സംസാരിക്കുകയാണ്, ഗണേശന് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഇവിടെ ഇപ്പോഴും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഞാൻ രാജ്യസഭ MP ആയിരിക്കുമ്പോൾ പത്തനാപുരത്ത് സ്ഥാപിച്ചത് ഇപ്പോഴും കൃത്യമായി എരിയുന്നുണ്ട്. എരിയുന്നില്ലെങ്കിൽ അത് ഇവിടുത്തുകാരുടെ കുഴപ്പമാണെന്ന് കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട്, ടുഡേ വി ആർ നോട്ട് ജസ്റ്റ് സെലിബ്രേറ്റിംഗ് ദി 100th anniversary of a school, we are celebrating a century-old commitment to the human spirit. Standing here, I can feel the weight of history and the light of hope that this institution has provided since 1926.